There's a lot of police there. I wonder what they're doing. Isn't he the man from the restaurant? ആ പെണ്ണിന്റെ മരണമാണ് എന്നെ 5 വർഷം ഇതിനുള്ളിലാക്കിയത്. മറ്റു 2 കൊലപാതകങ്ങളുമായി എന്നെ നേരിട്ട് ബന്ധിക്കാൻ അവർക്ക് തെളിവൊന്നുമില്ലായിരുന്നു. എന്നെ എന്നല്ല, ആരെയും അതുമായി ബന്ധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫാബിയൻ റമറസിനെ പറ്റി പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അതൊരു തമാശയായി മാറുന്നത് ഞാൻ കണ്ടു. അവർക്കതങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ഫാബിയൻ അവർക്ക് കൊത്താനുള്ള ഒരു ഇരയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഫാബിയൻ എൻ്റെ മുൻപിൽ വന്ന് പെട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു പോലീസിനെ വിളിച്ച് ഇതാണ് ഫാബിയൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിലും വിശേഷം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവനെതിരെ നിരത്താൻ എനിക്ക് തെളിവൊന്നുമില്ലായിരുന്നല്ലോ, ഒറ്റ ഒന്നുപോലും. ജയിലിനുള്ളിൽ ഫാബിയൻ രാജാവിനെ പോലെ സുരക്ഷിതനായിരുന്നു. അതിനുള്ളിൽ വെച്ച് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ പുറത്തു വരാൻ വേണ്ടി 14 കൊല്ലം കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിറക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ ആവശ്യമായി തീർന്നത്. പുറത്ത് കിട്ടിയ 8 മാസം കൊണ്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. തീയതിയും ആളും സമയവും എല്ലാം. You promised me that you will inform me the date today. My cash is ready. You wanted me to arrange the money before October. I have arranged. When? Anytime. It is ready there. പുറത്തിറങ്ങിയാൽ അത് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടോ? ഉണ്ട്. Then ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യൂ. You arrange it on October 2nd. October 2nd? ഇവിടെ അന്ന് ഫെസ്റ്റിവൽ ദിവസമാണ്, ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി? ആ അന്വേഷണത്തിന്റെ അന്ത്യം മനുഷ്യ മനസ്സിന് ഗുണപാഠങ്ങളായി തീരേണ്ട നിഗമനങ്ങളുടെ ശാദ്വല ഭൂമികളിലാണ്. ആത്മസംയമനം, മനസ്സംയമനം, മഹാത്മജിയുടെ ആദർശങ്ങൾ മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ സ്ഥിതിവിശേഷത്തിന് സംജാതമായി. എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ, എന്താണ് നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്? ഈശ്വരൻ നമ്മിൽ തന്നെയാണ്. നമ്മളിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. നമ്മളത് തിരിച്ചറിയണം. അതെങ്ങനെ അറിയണം? ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്ത ഐറ്റം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതിനായി ഞാൻ ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവരെ ക്ഷണിച്ചോളും. അടുത്ത ഐറ്റം സമ്മാനദാനമാണ്. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജിയാണ് ഇന്നിവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. സമ്മാനം വാങ്ങേണ്ടവർ സ്റ്റേജിന്റെ ഇടതുവശത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നു നിൽക്കണം. സമയമില്ല. സമ്മാനത്തിന് അർഹരായവർ ഈ സ്റ്റേജിന്റെ ഇടതുഭാഗത്തേക്ക് വന്നു നിൽക്കണം. സമ്മാനം വാങ്ങി സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളണം. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവതരിപ്പിച്ചത് ഈ യോഗത്തിന് ശേഷം മറ്റൊരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ
ഇനി അടുത്ത ഐറ്റം ഉപസംഹാരമാണ്. നാളെ കാലത്ത് വരുമ്പോ അതിന്റെ വിവരം പറയണം. നീ ചെല്ലടേ, ചൂടാകാതെ. ചൂടാകൊന്നുമല്ല. ആ എനിക്ക് പറയാനുള്ളതെല്ലാം ബഹുമാനപ്പെട്ട സ്വാമിജിയും മറ്റ് പ്രാസംഗികന്മാരും ഇതിനോടകം ഇവിടെ പരാമർശിച്ചു. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടുന്ന ആ മഹാത്മാവിനോടുള്ള നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസരം സമുചിതമായി ആഘോഷിക്കുന്നത് ഏത് തരത്തിലുള്ള യുഗങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം പിറന്നു വീഴുന്ന കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. വയറ്റിലല്ലാതെ പിന്നെ എവിടെ ആശാനെ? ശ്വാസവാസത്തിൽ കിടക്കുവോ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയതാ. ചിലപ്പോ ഒന്ന് തള്ളിത്തരേണ്ടി വരും. വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ലേ തള്ളിത്തരാൻ? എടുത്തു മാറ്റണോ വണ്ടി? ദേ ചൂടാകല്ലേ. ആദ്യം സംഗതി അനങ്ങുമെന്ന് നോക്കട്ടെ. ഇവന് സ്വല്പ ഇടത്തുവാക്കുള്ള കൂട്ടത്തില. ഇതു ഇനി ഞാൻ വണ്ടി എടുത്തോളാം. ഇനിയുള്ള ഡീലിങ്സിന് ഞങ്ങൾ രണ്ടുപേരും മതി. മൂന്നാമതൊരാൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊണ്ടുവരുന്നതിന് സംശയമാവും. You are right. Absolutely right. He is expecting only two of us. ആ നിർത്തിക്കോ. ഞാനങ്ങെത്തും സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ. ഇന്നിനെ വിളിച്ച് കടയിലെടുത്ത് എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പോവാൻ ധൃതി കൂട്ടിയാലും സമ്മതിക്കരുത്. എനിക്ക് അവളോട് ഒരു കടം വീട്ടാനുണ്ട്. Hey, you are going ficky. ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ. ഞാൻ വയ്ക്കോളാം. കമാൺ. കാണാം. ക്യാഷ് എവിടെ?
ഗെറ്റ് മീ ദ മണി. It is ready. I want to make a call. Phone ചെയ്യുമ്പോൾ അവൻ ക്യാഷ് എത്തിക്കും. Stop the van at a telephone booth. ഓക്കെ. Yes. Motel. He knows. Golden Valley, yeah. Come, cash is ready. Coffee? Orange.